ഗേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യാം. കവാടം താൽക്കാലികമായി നടക്കുക. ദയവായി തിരക്ക് കൂട്ടരുത്, തിരക്ക് കൂട്ടരുത്. ദയവായി കാവടിക്കാർ തിരക്ക് കൂട്ടരുത്. അവിടെ നിൽക്കുന്ന മുഴുവൻ കാവടിക്കാരോടും വിനയത്തോടു കൂടി ഭഗവത് നാമധേയത്തിൽ അഭ്യർത്ഥിക്കുക. കാവടിക്കാർ തിരക്ക് കൂട്ടരുത്. നമ്മുടെ പ്രധാന കവാടത്തിൽ നിന്നും 10 പേരെ വീതമാണ് ഉള്ളിലേക്ക് കടത്തുന്നത്. ദയവായി തിരക്ക് കൂട്ടരുത്. കാവടിയുടെ അഭിഷേക സാധനം നടയിൽ സമർപ്പിക്കണം. ദയവായി തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടരുത്. ദയവായി തിരക്ക് കൂട്ടരുത്. 10 പേരെ വീതം ഉള്ളിലേക്ക് സൗകര്യാർത്ഥം കടത്തിവിടുകയാണ്. അഭിഷേക സാധനം നടയിൽ സമർപ്പിക്കണം. തിരക്ക് കൂടുന്നവരും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വലിയ തിക്കും തിരക്കിലേക്കാണ് പോകുന്നത്. ഭക്തജനങ്ങൾ തിരക്ക് കൂട്ടരുത്. കാവടിക്കാരോട് കാവടിക്കാർ ദയവായി തിരക്ക് കൂട്ടണമെന്ന് ഭഗവത് നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു. കാവടിക്കാർ ക്ഷമയോടുകൂടി നിൽക്കണം. കൂടുതൽ പേർ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒരേ സമയം കയറിയാൽ അഭിഷേക സാധനം സമർപ്പിക്കാൻ കഴിയില്ല. നിയന്ത്രണങ്ങളോട് ദയവായി സഹകരിക്കണം. അമ്മമാർ, കുട്ടികൾ ദയവായി തിരക്ക് കൂട്ടരുത്. ഇവിടെ മുന്നിൽ ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങളോട് മുഴുവൻ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് സുബ്രഹ്മണ്യ നാമധേയത്താൽ അഭ്യർത്ഥിക്കുകയാണ്. കാവടിയുമായി വന്നിട്ടുള്ള ഭക്തജനങ്ങൾ ദയവായി സഹകരിക്കണം. ദയവായി സഹകരിക്കണം. കാവടിക്കാരെ മുഴുവൻ ആളുകളെയും കടത്തിവിടും. കാവടിയുടെ അഭിഷേക സാധനം നടയിൽ സമർപ്പിക്കണം. നടയിൽ സമർപ്പിക്കുന്നതിന് കാവടിയിൽ കെട്ടിവെച്ചത് അടിച്ചെടുക്കുന്നതിനുള്ള സാവകാശമുണ്ട്. കാവടിയിലുള്ള സാധനം അടിച്ച് നടയിൽ സമർപ്പിച്ചാൽ അത്രയും നന്നായിരിക്കും. കാവടിക്കാർ അഭിഷേക സാധനം കയ്യിലൂടെ അടിക്കാൻ